ഡെന്റിസ്റ്റ് എന്ന് പറയുന്ന ഒരു ഡോക്ടർ വിഭാഗമാണ് നമ്മൾ ഒരുപാട് കാലമായിട്ട് കണ്ടുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോ മുഖത്തിന്റെ എന്തെങ്കിലും എസ്തെറ്റിക്സ് മാറ്റണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ആളുകൾ ഡെന്റിസ്റ്റുകളുടെ അടുത്തേക്ക് പോകുന്നത്? ഡെന്റൽ എന്ന് പറയുന്ന സാധനത്തിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ മറ്റാൾക്കാരും വിചാരിക്കുന്നത് ഇതൊരു വേറൊരു ഐലൻഡ് പോലാണ്. പല്ല് പല്ല് മാത്രമാണ്. വായ എന്ന് പറയുന്നത് ഇതിലൊന്നും പെടുന്ന ഒരു സാധനമല്ല, വേറെ എവിടെ ഇരിക്കുന്ന സാധനമാണ്. അത് വേറെ പല്ലല്ലേ എന്ന് പറയും. നമ്മൾ ചവച്ചരച്ച് കഴിച്ച് വരുന്ന ആ ഫുഡ് നമ്മുടെ വയറ്റിലേക്ക് ചെന്നാലാണ് നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഡൈജഷൻ വരെ നടക്കുള്ളൂ. ആ ഡൈജഷനിൽ നിന്ന് കിട്ടുന്ന ന്യൂട്രീഷൻ കിട്ടിയാലാണ് ബോഡി പ്രോപ്പർ ആയിട്ട് ഫങ്ഷൻ ചെയ്യുള്ളൂ. ഇപ്പോ ആ ഫങ്ഷനാലിറ്റി പ്രോപ്പർ ആവുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫേസിന്റെ അല്ലെങ്കിൽ പല്ല് വായ എന്ന് പറയുന്ന സാധനം ഫേസിൽ ഇരിക്കുന്നതാണല്ലോ. ഇത് ഇല്ലാതെ ഇതിനൊന്നും ഭംഗിയിൽ നിൽക്കില്ല. ഒരാളുടെ ഫേസിന്റെ ഹൈറ്റും വിഡ്ത്തും അതിന്റെ ഫങ്ഷനാലിറ്റിയും അതിന്റെ മസിൽസിന്റെ ടൊണാലിറ്റി വരെ തീരുമാനിക്കുന്നത് കറക്റ്റ് ആയിട്ടുള്ള ജോ പൊസിഷൻ ആണ്. അപ്പൊ പ്രോപ്പർ ആയിട്ട് ഫോം ചെയ്യാതിരിക്കുന്ന അപ്പർ ആൻഡ് ലോവർ ജോ ആണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇറ്റ് ഈസ് ഗോയിങ് ടു എഫക്ട് ദ ഫേഷ്യൽ എസ്തെറ്റിക്സ്. അപ്പം എന്താണ് ഇവിടുത്തെ പ്രശ്നം വെച്ചാൽ പല ആൾക്കാർ ഈ ഡെന്റലിനെ ഇതിലൊന്നും പെടാത്തൊരു സംഭവമായിട്ട് ചിലപ്പോൾ കാണും. പല്ല് മാത്രം 32 പല്ല്, അതിന്റെ കേടും അതിന്റെ ഗ്യാപ്പും അത് ക്ലീൻ ചെയ്യുന്നതിനെ കുറിച്ച് മാത്രം ചിന്തിക്കുകയും ഇത് വേറെ കാര്യങ്ങളായിട്ട് ബന്ധമില്ലാന്ന് കരുതി വിചാരിക്കുന്നതുകൊണ്ടാണ് ഫേസിന്റെ ഇതിലേക്ക് വരുമ്പോൾ ആൾക്കാർ ഇപ്പോ എന്താ പറയാ നോളജ് മനസ്സിലാക്കി കുറച്ചുകൂടി ക്ലാരിറ്റിയിൽ ആൾക്കാർക്ക് മനസ്സിലാക്കി തുടങ്ങിയപ്പോഴാണ് ഇതിന് വലിയൊരു ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് ഇപ്പം ആൾക്കാർ റിയലൈസ് ചെയ്തുകൊണ്ട് ഡെന്റലിലേക്ക് ഒത്തിരി വരുന്നതിന്റെ കാരണം.